ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും പിന്നണി ഗാനരംഗത്ത് വളരെ സജീവമാണ്. നിവേദ്യത്തിലെ കോലക്കുഴൽ ആലപിച്ചതോടെയാണ് വിജയിയെ മലയാളക്കര ഏറ്റെടുത്തത്. പിന്നീടങ്ങോട്ട് വിവിധ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലായി നിരവധി ഗാനങ്ങൾ വിജയ് യേശുദാസ് ആലപിച്ചു. ജോസഫിലെ പൂമുത്തോളെ പാടിയ ശേഷം വിജയ് യേശുദാസ് എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും അറിയാതെ പൂമുത്തോളെ പാടും. എപ്പോഴും വാർത്തകളിലും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കാറുണ്ട് ഒരു ഗായകൻ കൂടിയാണ് വിജയ്. ഇനി മുതൽ മലയാള സിനിമയിൽ താൻ പിന്നണി പാടില്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചു. വലിയ ചർച്ചയായിരുന്നു. 44-കാരനായ വിജയ് ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതനായത്. എന്നാൽ അടുത്തിടെ ഭാര്യ ദർശനിയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി വിജയ് യേശുദാസ്. താരം തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയതും. എല്ലാവരുമായും സൗഹൃദം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് വിജയ് യേശുദാസ്. ഇപ്പോഴിതാ വിജയ് യേശുദാസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. അതിന് കാരണമായത് അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നുവെന്നതാണ്. അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യ പിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യ പിള്ളയ്ക്കൊപ്പമാണ്. അതോടെ ഇരുവരെയും ചേർത്തുവെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു. നിരവധി പേരാണ് അത്തരത്തിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയ്ക്ക് താഴെ കുറിച്ചത്. ഇക്കോ വാഗതി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത്. നിരവധി സെലിബ്രിറ്റികൾ റാമ്പ് വാക്ക് ചെയ്ത് ഒരു ഫാഷൻ ഫെസ്റ്റിവലായിരുന്നു ഇക്കോ വാഗതി ഫാഷൻ ഫെസ്റ്റിവൽ. കറുത്ത ബാഗി പാൻറ്റും ബനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയിയുടെ വേഷം. ഗൗണായിരുന്നു ദിവ്യ പിള്ളയുടെ വേഷം. റാമ്പിലേക്ക് കയറും മുമ്പ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റാമ്പിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോലെ ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നായിരുന്നു വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമൻറ്റ്. മറ്റ് ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നതായിരുന്നു. അച്ഛൻ്റെ പേരുള്ളത് കാരണം പാടുന്നു, അല്ലെങ്കിൽ വിജയെ ആര് പാടിക്കാൻ? ഇവനുള്ള കാരണം നല്ല നല്ല കലാകാരന്മാർക്ക് പാടാനുള്ള അവസരം പോയി. പുള്ളി അപ്പോൾ രഞ്ജിനിയെ വിട്ടോ, അടുത്ത ഗോപി സുന്ദർ അവാർഡ് വാങ്ങോ എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട്. ഒരു കാലത്ത് ഗായിക രഞ്ജിനി ജോസിൻ്റെ പേരുമായി ചേർത്തുവെച്ചും വിജയിയുടെ പേരിൽ ചില കിംവദന്തികൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ വാർത്തയെ തള്ളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചതോടെ അത് ഇല്ലാതായി. 35-കാരിയായ നടി ദിവ്യ പിള്ള അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത്. കള അടക്കമുള്ള സിനിമകളിലെ നായികയായിരുന്നു. ബ്രിട്ടീഷ് പൗരനായ ഒസാമ അൽ ബന്നയുമായി ദിവ്യ മുമ്പ് വിവാഹിതയായിരുന്നു. പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രണയവിവാഹമായിരുന്നു ദിവ്യയുടേത്.